നിങ്ങൾ ഈ വീഡിയോ സൂക്ഷിച്ച് കേൾക്കണം. സാധിക്കുമെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്താൽ നന്നായിരിക്കും. ഞാൻ ഈ കാര്യം ഒട്ടനവധി പ്രാവശ്യം എൻ്റെ വീഡിയോകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സഖാവ് വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്, ലവ് ജിഹാദ്. ലോകത്തിൽ ആദ്യമായി ആ പദം പ്രയോഗിച്ചത് വി എസ് അച്യുതാനന്ദനാണ്. പോപ്പുലർ ഫ്രണ്ട് സംഘടിതമായിട്ട് ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ വശീകരിച്ച് ദുരുപയോഗം ചെയ്ത് മതം മാറ്റി അവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ മതത്തെ വളർത്താൻ ശ്രമിക്കുന്നു. അത് കേരള പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. അത് വി എസ് അച്യുതാനന്ദൻ വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹം ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയായിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളും കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇവരുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാല് പിന്നെ അപമാന ഭാരത്താല് അവർ കേസ് കൊടുക്കാനും പോവില്ല. ഒപ്പം തന്നെ ഇതിനെ ഈ പുറത്ത് പറയൂല. കാരണം സാധാരണ രീതിയിൽ നമ്മളറിയാം, നമ്മൾ ഈ അന്തസ്സും അഭിമാനവും ഉള്ള കുടുംബങ്ങളിലാണെങ്കിൽ അവര് കഴിഞ്ഞത് കഴിഞ്ഞു, അനുഭവിക്കണം, ആരും അറിയണ്ട, അപ്പുറത്ത് അറിയണ്ട, അവസാനിപ്പിച്ചേക്ക് മിണ്ടാണ്ട് നിൽക്കാം എന്നുള്ളതാണ്. ഇതിനെതിരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുള്ളൂ. ഒപ്പം തന്നെ കുറെ കതറിട്ട് വെളുപ്പിച്ച് നടക്കണ കുറെ കുൺസാണ്ടർമാര്, കോൺഗ്രസ് മറ്റേ രാഷ്ട്രീയക്കാരാന്ന് അവർ പറയണ, രാഷ്ട്രീയക്കാരാ, പൊതുപ്രവർത്തകര്, പ്രത്യേകിച്ച് ചാലക്കുടി MP ഒക്കെ ലോക്സഭയിൽ ഇതിനെ പറ്റിയുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോ ബെന്നി ബെഹനാനെ പോലെയുള്ള MP എഴുന്നേറ്റ് നിന്ന് പറയാണേ, ഹേയ് ഞങ്ങളുടെ അവിടെയൊന്നും ഇല്ല, ഞങ്ങളുടെ അവിടെ, ഞാൻ എല്ലായിടത്തും നോക്കി, ലവ് ജിഹാദ് എന്ന ഒരു ബോർഡും വെച്ചിട്ട് ഒരു സ്ഥാപനം ഇല്ല. ഉള്ള കാര്യല്ലേ, ബെന്നി ബെഹനാൻ നുണ പറയില്ല, ഒരു കാരണവശാലും നുണ പറയില്ല. അയാൾ പറഞ്ഞ കാര്യം ഉള്ള കാര്യമാണ്. ലവ് ജിഹാദ് എന്ന് ബോർഡ് വെച്ചിട്ട് ഒരു സ്ഥാപനം കേരളത്തിൽ നടക്കുന്നില്ല, ഇന്ത്യയിലും നടക്കുന്നില്ല. ബെന്നി ബെഹനാൻ പറഞ്ഞത് ശരിയാ. ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ ഇതിന്റെ ഒരു ഇതാണ്. വ്യക്തമായി സംഘടിതമായിട്ട് ഒരു മുസ്ലിം യുവാവ് ഹിന്ദുവോ ക്രിസ്ത്യാനിയായ ഒരു സ്ത്രീയെ, സഹോദരിയെ പ്രേമിച്ചു, സ്നേഹം, കുഴപ്പമില്ല. ഇത് സംഘടിതമായി പ്രത്യേകമായിട്ട് കത്തോലിക്ക വിഭാഗത്തിലൊക്കെയുള്ള പണക്കാരുള്ള വീടുകളിലുള്ള പെൺകുട്ടികളെ തെളിയിക്കപ്പെട്ട കേസുകളാ. തെളിയിക്കപ്പെട്ട ഒരു സ്ഥലത്ത് 27 കോടി രൂപയുടെ ഇതുള്ള ഒരു ചായക്കടക്കാരനെ കൊണ്ടുപോയി എന്ന് പറയുന്നത്. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇവര് മതം മാറ്റി കഴിഞ്ഞ പിന്നെ അവരുടെ പണി കഴിഞ്ഞു. ഈ പറഞ്ഞ കാമുകന്മാരുടെ ജോലി കഴിഞ്ഞു. പിന്നെയുള്ളതൊക്കെ അവരുടെ സമുദായത്തിന്റെ പണിയാണ്. അത് പിന്നെ വേറെ ഏതെങ്കിലും പ്രായമായ ഒരാളെ അങ്ങനെ ഏൽപ്പിച്ച് അവസാനിപ്പിക്കുക. അവന് വേറെ അടുത്ത പണിയിലേക്ക് പോവാണ്. അത് സംഘടിതമായി നടക്കുന്നു എന്ന് വ്യക്തമായിട്ട് വി എസ് അച്യുതാനന്ദൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദൻ നമ്മളോട് പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ഇത് പെട്ടു, അതിന്റെ ഭാഗമായിട്ട് SDPIയും അതൊക്കെ അത് ചെയ്യുന്നതാണ്. ഇത് ഞാൻ പറയാനുള്ളത്, നിതാക്കാൻ, അതായത് TCS എന്ന കമ്പനിയില് ടാറ്റയ്ക്ക് ഇപ്പൊ ഗതികേടാ. ടാറ്റയില് ഒരു 250 ആളുള്ള പ്ലെയിൻ പോയി അവിടെ ഗുജറാത്തില് ഒരു പൈലറ്റ് ആത്മഹത്യ ചെയ്താണെന്നാ പറയുന്നത്. 250 ആൾക്കാരെയും കൊന്നിട്ട്. അതോടുകൂടി എയർ ഇന്ത്യയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എയർ ഇന്ത്യ ആകെ ഇതിലാണ് 500 പ്ലെയിനൊക്കെ ഇത്. അത് കഴിഞ്ഞ് ടാറ്റ കൺസൾട്ടിങ് സർവീസ് ഇത് കമ്പ്യൂട്ടർ അവിടെ നടന്ന കാര്യമാണ്. ടാറ്റ ഈ വക കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ഉള്ളല്ല കേട്ടോ. ഇതിപ്പോ ചെറിയ അവരുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്നേ ഉള്ളൂ. ടാറ്റ ഈ അടുത്ത് എയർ ഇന്ത്യയിലെ എല്ലാ ഫ്ലൈറ്റിലും ഹലാൽ ഒഴിവാക്കി. ഹലാൽ എന്ന് പറഞ്ഞ സാധനം കൊടുക്കില്ല എന്ന് പറഞ്ഞ് അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും TCSല് വ്യക്തമായി സംഘടിതമായിട്ട് അവര് 20നും 25നും പെട്ട പെൺകുട്ടികളെ ചെയ്തു വന്ന്. ഇതും പോലീസാ കണ്ടുപിടിച്ചേട്ടോ. പോലീസിന്റെ അണ്ടർ കവർ ഓപ്പറേഷൻ വഴി അവിടെ ആൾക്കാരെ നിയമിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സംഘടിതമായി അവിടെ നടക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചത്. ഇത് പ്ലാനിങ് ഇല്ലാതെ ഇത്രയും കൂടുതൽ പെൺകുട്ടികൾ
പെൺകുട്ടികൾ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലല്ലോ. വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു ഗ്രൂപ്പ് അവിടെ പ്രവർത്തിച്ചിരുന്നു. അവർക്ക് ഈ അടുത്ത് നടന്ന ബോംബിംഗ് ആയിട്ട്, ഇന്ത്യയിൽ നടന്ന ബോംബിംഗ് ആയിട്ട് വ്യക്തമായിട്ട് ബന്ധമുള്ള ആ ഡോക്ടർമാരും ഇപ്പൊ അഭ്യസ്ത വിദ്യരാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിത ഖാൻ എന്ന് പറഞ്ഞ പെൺകുട്ടി, അവരെ കൊണ്ട് സ്വകാര്യമായിട്ടുള്ള വീഡിയോ നിർമ്മിച്ച് അത് വെച്ച് ബ്ലാക്ക് മെയിലിംഗ് തൊട്ട് എല്ലാം നടന്നിരുന്നു അവിടെ, സംഘടിതമായിട്ടുള്ള മതമാറ്റത്തിന് വേണ്ടിയിട്ട്. ഇത് ആഗോള ട്രെൻഡാണ്. ഞാനിത് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറയുന്നേ ഞാൻ നുണ പറയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. ലബനനിൽ ഇതാ സംഭവിച്ച. ലബനനിലൊക്കെ 70-കൾ 80-കളിലൊക്കെ ക്രിസ്ത്യൻ സമുദായത്തെ ഇതുപോലെ തന്നെയാണ് അവർ കീഴടക്കിയത്. ഇന്ന് കാണുന്ന ഹെസ്ബുള്ളയും ഇതൊക്കെ അവിടെ വരാൻ കാരണം ലബനനില് അവിടെ 1980-ല് അമേരിക്കയുടെ ഒരു മെറീൻ ബേസിനുള്ളിൽ ബോംബിംഗ് നടത്തി ഹെസ്ബുള്ള സിറിയയിൽ നിന്നുള്ള സ്വാധീനം വഴി പിടിച്ചെടുത്ത് ഇത് ചെയ്ത് സ്ത്രീകളെയാണ് അവർ അടിമപ്പെടുത്താതെയും. സ്ത്രീകളെ ഈ ഇത്തരത്തില് ലവ് ജിഹാദും ആണുങ്ങളെ, അതൊരു ട്രെൻഡാണ്, അവരുടെ രീതിയാണ്, അവരുടെ വിശ്വാസത്തിന്റെ പുണ്യമായ ഒരു ഭാഗമാണ് കൊല്ലുക, ലവ് ജിഹാദ് നടത്തുക. വ്യക്തമായിട്ട് നമ്മുടെ നാട്ടില് ഒരു പ്രവാചകൻ, ഒരു പ്രഭാഷകൻ, ഇസ്ലാം പ്രഭാഷകൻ നിന്ന് പറഞ്ഞിരുന്നു, അവർ കൊല്ലുന്നത് പോലും കരുണാമയനായ ദൈവം ചെയ്യുന്നത് കരുണയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ പ്രവൃത്തി അവരെ സംബന്ധിച്ചിടത്തോളം പുണ്യപ്രവൃത്തിയാണ്. നിങ്ങൾ വിചാരിക്കും ഇത് ചെയ്ത് ഇവരുടെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ വീട്ടിൽ കട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പിടിക്കണോണം ആണെന്ന് അല്ല. അവര് പറയുന്നത് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഈ ലവ് ജിഹാദോ മോഷണോ കള്ളോ കഞ്ചാവോ അത് കാഫിറുകളെ ഇല്ലാതാക്കുന്നതിന് ഗുണത്തീവരണം. കൊല്ലുകയാണെങ്കിലും പേരും മതത്തിന്റെ പേരിൽ ചെയ്യുമ്പോൾ അത് പുണ്യപ്രവൃത്തിയായിട്ടാണ് അവര് കാണുന്നത്. അത് നമുക്കാ മനസ്സിലാവാത്തതുള്ളൂ. അതിനെ വെളുപ്പിക്കുന്ന കുറച്ച് ബെന്നി ബെഹനാന്മാരും അങ്ങനെയുള്ള ഈ വലിയ കാഫിറുകളുണ്ട് മാധ്യമത്തിലും രാഷ്ട്രീയത്തിലും. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കണ്ണു തുറന്ന്, ഒരിക്കൽ മീഡിയ വൺ ചാനലിൽ ഞാൻ കേട്ടതാണ്, അയ്യോ നിങ്ങളുടെ കുടുംബത്തിലെ കൊച്ചു പിള്ളേരോട് ആ 16 വയസ്സുകാരോടൊന്നും പറയല്ലേ, സൂക്ഷിക്കാൻ, പ്രത്യേക സമുദായക്കാരെ സൂക്ഷിക്കണം എന്ന് പറയല്ലേ, അങ്ങനെ വന്നാൽ പറ്റിക്കാൻ പറ്റില്ലല്ലോ, പെൺകുട്ടികളെ ഒന്നും ചതിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. നമ്മ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുട്ടികളോട്, ചതിയുണ്ട്, പ്രത്യേക സമുദായക്കാര് നിന്നെ പറ്റിക്കും, നിന്നെ കെണിയിൽ പെടുത്തും എന്ന് നീ മുൻകൂട്ടി പറഞ്ഞു കൊടുത്താൽ നിന്റെ അടുത്ത തലമുറയ്ക്ക് രക്ഷപ്പെടാം. അതല്ലെങ്കിൽ അടിമപ്പെടാം. ഒന്നില്ലെങ്കിൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അടിമപ്പെടാം. നിങ്ങൾ ആ TCSന്റെ വാർത്ത ഒന്ന് എടുത്ത് വായിച്ചു നോക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിത ഖാനിനെ പറ്റി.